ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പ് 1889 മെക്കൻസി, എച്ച്.എം. ഹാൾ എന്നിവർക്ക് വേങ്ങനാട് കോവിലകമാണ് ഭൂമി പാട്ടത്തിന് നൽകുന്നത്. മുതലമട വില്ലേജിൽപ്പെട്ട സർവേ ചെയ്യാത്ത ഭൂമിയാണ് പാട്ടത്തിന് നൽകിയത്. വെസ്റ്റിംഗ് അസൈൻമെന്റ് ആക്ട് പ്രകാരം 1971 സ്വകാര്യ വനഭൂമി സർക്കാരിൽ നിക്ഷിപ്തമായി. തുടർന്ന് 1976 കരുണ പ്ലാന്റേഷൻ കൈവശം വച്ചിരുന്ന N.J. ജോസഫ് ഫോറസ്റ്റ് ട്രൈബ്യൂണലിൽ കേസ് ഫയൽ ചെയ്തു. ഇതുപ്രകാരം കരുണ എസ്റ്റേറ്റിന് അവകാശപ്പെട്ട ഭൂമി ഉണ്ടെങ്കിൽ കൈമാറാൻ ഫോറസ്റ്റ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. മുൻ DFOമാർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് കരുണ എസ്റ്റേറ്റ് വനഭൂമിയാണ്. ഇത് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി മുഴുവൻ രേഖകളും പരിശോധിക്കാതെയാണ് കരുണ എസ്റ്റേറ്റിന് ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുത്തതെന്നും വാദമുണ്ട്. ഈ ഭൂമി ഇവർ പറയുന്ന പോലെ ഇത് റവന്യൂ ഭൂമിയല്ല. അതിന് രേഖകൾ അവിടെ ഒരുപാട് രേഖകൾ വനംവകുപ്പ് തന്നെയുണ്ട്. ഈ കേരളത്തിലുള്ള വനം മുഴുവനും അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ പിന്നെ എല്ലാ റിപ്പോർട്ടുകളും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അവർ ആ ഭാഗങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുള്ളൂ. ഭൂമി പോക്കുവരവ് ചെയ്ത് കിട്ടിയത് മുതൽ കരുണ എസ്റ്റേറ്റ് നികുതി അടക്കുന്നുണ്ട്. ഒരു കാലത്ത് വനഭൂമിയാണെന്ന് രേഖകളിലുണ്ടായിരുന്ന ഭൂമിക്കാണ് പോപ്സൺ ഗ്രൂപ്പ് നികുതി അടക്കുന്നത്. മുതലമട വില്ലേജിൽപ്പെട്ട സ്ഥലം എങ്ങനെ പൈലൂർ വില്ലേജിലും നെല്ലിയാമ്പതി വില്ലേജിലുമായെന്നും പാട്ടഭൂമി എങ്ങനെ റവന്യൂ ഭൂമിയായെന്നും തുടങ്ങിയ ചോദ്യങ്ങളാണ് മുൻകാല റിപ്പോർട്ടുകൾ നൽകിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പരിസ്ഥിതി പ്രവർത്തകരും ചോദിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.